വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. സമയപരിമിതിയുണ്ട്, ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ ചുരുക്കാണ്. കേരള വികസനത്തെ എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുകയും നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന സോൾഡാറ്റിയുടെ ഒരു വേദിയിൽ ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും വികസനത്തിൻ്റെ ഗുണഭോക്താക്കളായോ എന്ന വിഷയം ചർച്ചയ്ക്കിടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒത്തുകൂടലിൽ ഞാനൊരു ആത്മാർത്ഥത കാണുന്നുണ്ട്. അതുമാത്രമല്ല, വേറെ സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ നിറച്ചും സ്ത്രീകളായിരിക്കും. അവരോടിത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. കാരണം ഇവിടെ വീട്ടിനുള്ളിലായാലും തൊഴിലിടങ്ങളിലായാലും അധികാരം ഇപ്പോഴും പുരുഷന്റെ കയ്യിൽ തന്നെയാണ്. ഈ എന്താ പറയുക, 3-4 വരെ അതിന് ഒരു മാറ്റവും. അതുകൊണ്ട് തന്നെ ഈ ഇടുന്ന ആശയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചയുണ്ടാവുമെന്നും ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ വികസന പദ്ധതികൾ, കേരള വികസന മോഡൽ എല്ലാവരും വളരെ എന്താ പറയുക നന്നായിട്ട് ചർച്ച ചെയ്ത് സായുജ്യമടയുന്ന ഒരു വിഷയമാണ്, വളരെ ഗംഭീരമാണെന്ന് പറയുന്നുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മാനസിക വികസന സൂചിക, ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സ്, ജെൻഡർ എംപവർമെൻറ്റ് മെഷർ, ഇതിലൊക്കെ കേരളത്തിലെ സ്ത്രീകൾ അതിഗംഭീരമായിട്ട് മുന്നേറിയിരിക്കുകയാണ് എന്നാണ് ഇന്ത്യയിൽ മുഴുവനുള്ള ചർച്ച. പക്ഷെ നമ്മുടെ ഉദ്ഘാടന സെഷനിൽ അബ്ദുള്ള സാഹിബ് പ്രസംഗിച്ച പോലെ കള്ളക്കണക്കാതെ മുഴുവൻ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഈ വികസനങ്ങളുടെയൊക്കെ ഗുണഭോക്താവായിട്ട് സ്ത്രീ മാറണമെങ്കിൽ അവൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം, പദവി പ്രാപ്യത വേണം, തൊഴിൽ വൈദഗ്ധ്യം വേണം, സ്വത്തിൽ അവകാശം വേണം. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നല്ലാതെ നമ്മളൊരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതൊന്നും ഇന്നും എത്തിയിട്ടില്ല ഈ കാലം വരെ. ഇപ്പോൾ സ്ത്രീകൾ നന്നായി വിദ്യാഭ്യാസം നേടുന്നുണ്ട്, തൊഴിലെടുക്കുന്നുണ്ട്. പക്ഷെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടാണ്. കുടുംബത്തിന് ഉള്ളിലും സമൂഹത്തിലും ഇപ്പോഴും ഒരു പുരുഷാധിപത്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾ തൊഴിലിന് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അവൾ ഒരുമാതിരി ഡബിൾ റോൾ എടുത്തിട്ട് ആകെ നട്ടം തിരിയാം. കാരണം പുറത്തെ പണിയും എടുക്കണം, ഉള്ളിൽ വന്നിട്ട് വീട്ടിലെ പണിയും എടുക്കണം. അത് കഴിഞ്ഞാൽ വേറൊന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ, വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ഫലമായിട്ട് പണ്ട് അമ്മമാരെ വീട്ടിൽ സഹായിച്ചിരുന്നത് കുട്ടികളാണ്. ആ കുട്ടികൾ സ്കൂളിലും കോളേജിലും പോയി തുടങ്ങി, അവിടുന്ന് വലിയൊരു സഹായം. അപ്പം മൊത്തത്തിൽ ഇതിൽ എന്താ പറയുക, ഒരു അനുഭവസാക്ഷിയോ ഒരു എന്താ പറയുക ആത്മാംശമൊക്കെ ഉണ്ടാവും. നമ്മളും ഇതൊക്കെ അനുഭവിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് തന്നെ പറയാണ്, ആ തൊഴിലെടുക്കാൻ പോയത് കൊണ്ട് കൂടുതലൊരു ബുദ്ധിമുട്ടിലുള്ളത് മിക്കവാറും സ്ത്രീകൾ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലിടങ്ങളിലെ പീഡനം. നമുക്കറിയാം, ഈ സമീപകാലത്താണ് സൗമ്യയുടെ സംഭവം. ആ കുട്ടി ഷൊർണൂർ ഭാഗത്തു നിന്ന് എറണാകുളത്ത് നിന്ന് ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. വിദ്യാഭ്യാസമുണ്ട്, തൻ്റെ ഇടമുണ്ട്, അവളുടെ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ആഗ്രഹമൊക്കെയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവസാനം അവൾക്കും എന്താ പറയുക വന്നൊരു ദുരനുഭവം എന്ന് പറഞ്ഞാൽ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആ ഇഷ്യൂവിൽ നമ്മൾ കണ്ടു അതൊരു തമിഴനായതുകൊണ്ടും ഉന്നതനല്ലാത്തതുകൊണ്ടും ഇടപെടൽ നടത്താൻ ആ പാവം ഗോവിന്ദസ്വാമിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടും 24 മണിക്കൂറിനുള്ളിൽ അയാളെ പിടിച്ചു. അയാളെ പിടിക്കുക മാത്രമല്ല, മീഡിയയ്ക്ക് മുന്നിലൊക്കെ പ്രദർശിപ്പിച്ചു. പക്ഷെ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ, പൂവരണി, കോതമംഗലം, മിഥുര, കിളിരൂർ, കവിയൂർ, അങ്ങനെ നീണ്ടു കിടക്കുക. ഇതിലൊന്നും ഒരുപാട് വേട്ടക്കാരുണ്ട്, പക്ഷെ ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പോലീസിന് തൊടാൻ പറ്റില്ല. അതൊരു വേറെ വശം. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നിയമങ്ങൾ ആ ഒരു മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണം. കേസന്വേഷണം പ്രോപ്പറായിട്ട് നടക്കണം, തെളിവുകൾ നന്നായിട്ട് ചേർക്കണം, അതിൽ പോലീസ് വളരെ സത്യസന്ധമായിട്ട് ഇടപെടണം, രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഉണ്ടാവരുത്. അത് മാത്രമല്ല, ഇരകളുടെ ഭാഗത്തു നിന്നും അവർ മൊഴി മാറരുത്, അതിലുറച്ചു നിൽക്കണം. അവർക്ക് വൈകാരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ സമൂഹം മുന്നോട്ട് വരണം. അവരെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് മാറ്റണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, അതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമേ ഈ ഒരു പീഡനങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു വിഷയം,
കുടിയേറ്റപ്പെടുന്ന സ്ത്രീകൾ, അത് വേറൊരു വിഷയം വരുന്നുണ്ടെന്ന് തോന്നുന്നു, പ്രവാസവും സ്ത്രീകളും. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് തുടങ്ങില്ല. വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞു, സ്ത്രീ വികസനത്തിൻ്റെ ഗുണഭോക്താവായി മാറി എന്ന് പറയണമെങ്കിൽ അവൾക്ക് പദവി പ്രാപ്യത വേണം, സ്വത്തവകാശം വേണം. അപ്പോൾ നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നൊരു കൺസെപ്റ്റ്, മാട്രിമോണിയൽ പ്രോപ്പർട്ടി റൈറ്റ്, വൈവാഹിക സ്വത്തവകാശം. അതെല്ലാ സ്ത്രീ സംഘടനകളും നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാണ്. എന്നുവെച്ചാൽ ഇപ്പം തൊഴിലെടുക്കുന്ന സ്ത്രീ ആണെങ്കിലും വീട്ടിനുള്ളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീ ആണെങ്കിലും രണ്ടും തൊഴിൽ തന്നെയാണല്ലോ. വിവാഹത്തിന് ശേഷം ആ ഭാര്യയും ഭർത്താവും സമ്പാദിക്കുന്ന സ്വത്തിൽ ഒരു അവകാശം സ്ത്രീക്കും കൂടി വേണം എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഞാൻ എൻ്റെ മാധ്യമം ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ ശിഷ്യന്മാരോട് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ ഇതൊന്നും എറണാകുളത്ത് പോയി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് പോണ കുറേ കുടുംബങ്ങളെ തകർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില്ലറ അസ്വസ്ഥതകൾ ചിലരുടെയൊക്കെ മനസ്സിലുണ്ടായേക്കാം. സ്ത്രീയുടെ അധ്വാനങ്ങളെയും അവളുടെ കോൺട്രിബ്യൂഷൻ സംഭാവനകളെയും നല്ല രീതിയിൽ സൂക്ഷ്മതയോടുകൂടി കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അവരോടുള്ള എല്ലാ ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഒരു ബഹുഭൂരിപക്ഷം ഇപ്പോഴും അത് അനുവദിച്ചു കൊടുക്കുന്നില്ല. ഈ പറയുന്നത് അനന്തരാവകാശത്തിലേക്കൊന്നും കൈകടത്തുന്നില്ല. അതെല്ലാം ഓരോ വ്യക്തികളുടെയും വ്യക്തി നിയമങ്ങളുടെ ഭാഗമായിട്ട് അതങ്ങനെ തന്നെ പോട്ടെ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആ വിവാഹത്തിന് ശേഷം ജീവിച്ചിരിക്കുമ്പോൾ സ്ത്രീയുടെയും കൂടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നുണ്ട് ഒരുപാട് പ്രോപ്പർട്ടി, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. പക്ഷെ അതിലൊന്നും അവൾക്കൊരു അവകാശം ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. ഇപ്പം ചില ഡൈവോഴ്സ് കേസുകൾ നമ്മൾ കുടുംബ കോടതിയിലൊക്കെ വരുമ്പം കാണാം, അവൾ ഇത്രയും കാലം തുടച്ച് മിനുക്കി കൊണ്ടു നടന്ന ഫ്രിഡ്ജും ടിവിയും ഒന്നും അവൾക്കൊരു അവകാശമില്ല ഒന്നിലും. അവസാനം ഒരു ദിവസം അങ്ങ് പുറത്താക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും നടക്കുന്നു. എന്നാലും ഇത്രയും ചിന്താശേഷിയുള്ള, കേരളത്തിലെന്ന് ഞാൻ പറയുന്നില്ല, ഇന്ത്യയിലെ തന്നെ ഒരു ചിന്താശേഷിയുള്ള ഒരു വിഭാഗത്തിൻ്റെ മുന്നിൽ ഞാൻ ഇടുകയാണ് ചർച്ചയ്ക്ക് വേണ്ടി. ഇതൊരു ഉട്ടോപ്യൻ സംഭവമൊന്നുമല്ല. ന്യൂസിലാൻഡിലൊക്കെ ഉണ്ട് മാട്രിമോണിയൽ പ്രോപ്പർട്ടി റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആക്ട് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം നിങ്ങളുടെ ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് ഞാൻ കുട്ടികളുടെ വിഷയം വികസനവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 1/3 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 100 കോടിയിൽ 44 കോടിയോളം കുട്ടികൾ തന്നെ വരും. ആഗോള തലത്തിൽ തന്നെ കുട്ടികൾക്ക് കുറേ അവകാശങ്ങൾ പറയുന്നുണ്ട്. അവരുടെ നിലനിൽപ്പ്, സർവൈവൽ, ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ, നിലനിൽപ്പ്, പുരോഗതി, സംരക്ഷണം, പങ്കാളിത്തം, ഇതെല്ലാ കുട്ടികൾക്കും വേണ്ട അവകാശമാണ്. ലോകം മുഴുവൻ വകവെച്ചു കൊടുത്താണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ? നിലനിൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കുട്ടിക്ക് പറ്റുന്നില്ല. ലിംഗനിർണയം നടത്തി പെണ്ണാണെങ്കിൽ അപ്പം തന്നെ ശരിയാക്കി കളയും. ഇനി ആണും പെണ്ണും ആണെങ്കിൽ പോലും ആ ഒരു പല കാരണങ്ങൾ കൊണ്ടും അബോർഷൻ നടക്കണം. അതിനെതിരായിട്ട് നിയമങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഫലപ്രദമല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള വലിയ നടപടികളും ഉണ്ടാകുന്നില്ല. പിന്നൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും തടയുന്ന സംഗതികളാണ് ഇന്നിവിടെ നടക്കുന്നത്. ശൈശവ വിവാഹം, അതിന് കേരളം എത്രയോ മുന്നിലാണെന്ന് പറയാം, ഇങ്ങോട്ട് വരുന്നില്ല. ബാലവേല, അതൊക്കെ നമ്മൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അതും ഗവൺമെൻറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് ബാലവേല നിർമ്മാർജ്ജനം എന്ന് പറയാം. അത് അങ്ങനെ ഒരു മൂല കാരണമായ പട്ടിണി, കുടുംബ പശ്ചാത്തലം, മാതാപിതാക്കളുടെ രോഗം, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിനെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ളൊരു വികസന പദ്ധതിയോ പ്രോജക്റ്റോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ നമ്മുടെ അടുത്ത് വീടുകളിലൊന്നും ബാലവേല കണ്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ അതില്ലാന്ന് വിചാരിക്കരുത്. നമ്മുടെ പല ഫ്ലാറ്റുകളിലും പല വലിയ വലിയ വീടുകളുടെ ഉള്ളിലും ഇപ്പോഴും ധനലക്ഷ്മി കണ്ടില്ലേ, വളരെ വിദ്യാഭ്യാസമുള്ള ഒരു അഭിഭാഷകരുടെ വീട്ടിലാണ് ധനലക്ഷ്മി എന്ന് പറഞ്ഞൊരു 11കാരി പീഡനമേറ്റ് മരിച്ചത്. അതുപോലെ കാസർഗോഡ് ഒരു 14കാരി സഫിയ. അതൊക്കെ നമുക്ക് അറിയുന്ന കേസുകളാണ്. അറിയപ്പെടാത്ത ഒരുപാട് കേസുകളുണ്ട്.
ബാലവേല അത് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരുപാട് നിയമങ്ങളുണ്ട്, സത്യസന്ധമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കെതിരായ പീഡനങ്ങൾ തടയാൻ ഇതുവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഡെഫിനിഷനിൽ പെട്ടിട്ട് 2.5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചാലും 25 വയസ്സുള്ള സ്ത്രീയെ പീഡിപ്പിച്ചാലും ഒരേ ശിക്ഷ. എത്രയോ കാലമായിട്ട് അങ്ങനെ ഒരു നിയമത്തിന് വേണ്ടി മുറവിളി നടത്തുന്നുണ്ട്, അതും നടന്നിട്ടില്ല. പിന്നെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ ബില്ല് വന്നു. വിദ്യാഭ്യാസത്തിലെ കുട്ടികൾ എത്രയോ മുന്നോട്ടാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഒരു സർവേ പ്രകാരം വർഷത്തിൽ 39,837 കുട്ടികളാണ് ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് വടക്കൻ ജില്ലകളിൽ ആണ് ഈ പ്രവണത കൂടുതലും. അപ്പോൾ നമ്മൾ ഈ വികസനം എന്ന് പറയുന്നത്, ഞാൻ ചുരുക്കമാണ് സമയപരിമിതി മൂലം, ആ ഒരു വികസനം എന്നുള്ള സംഗതിയുടെ ഗുണഭോക്താക്കളായി സ്ത്രീകളും കുട്ടികളും മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നും ഒരു എസ് എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരം പറയാനില്ല. എനിക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇതാണ്. സ്ത്രീക്ക് സുരക്ഷിതത്വം വേണം. അതിനു വേണ്ട ഈ സ്ത്രീ വികസനം എന്നൊക്കെ പറഞ്ഞ് എന്ത് പദ്ധതിക്ക് പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ നല്ലൊരു വിഭാഗം എമൗണ്ട്, നല്ലൊരു ഭാഗം സ്ത്രീകളുടെ സുരക്ഷ, അത് എങ്ങനെ തടയാം അതിനെക്കുറിച്ച് തന്നെ വേണം. കാരണം ആദ്യം സ്ത്രീക്ക് മൊബിലിറ്റി വേണം, സഞ്ചാര സ്വാതന്ത്ര്യം വേണം. സഞ്ചരിക്കുമ്പോഴേ അവൾക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. നിർഭയമായിട്ട് ജോലി ചെയ്യാൻ, നിർഭയമായിട്ട് ഇറങ്ങി നടക്കാൻ, കുടുംബത്തിൽ നിർഭയമായിട്ട് ജീവിക്കാൻ, സമാധാനമായിട്ട് ഉറങ്ങി ശാന്തമായിട്ട് എണീറ്റ് വരാൻ പറ്റുന്നൊരു അന്തരീക്ഷം വേണം. തൊഴിലിടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം NREGS ഒക്കെ വന്നു, തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകളെ മുന്നിൽ കണ്ടുകൊണ്ടുണ്ടാക്കിയത് തന്നെയാണ്, നമുക്കറിയാം. പക്ഷെ അതിൽ പോലും തൊഴിലിടങ്ങൾ ഒട്ടും വിമൻ ഫ്രണ്ട്ലി അല്ല, സ്ത്രീകൾക്ക് അനുകൂലമല്ല. അവിടുത്തെ ഉപകരണങ്ങൾ, കൈക്കോട്ടും വലിയ വലിയ സാധനങ്ങളൊന്നും സ്ത്രീക്ക് എടുത്ത് പൊക്കാനേ കഴിയില്ല. അതിൻ്റെ ഒരു വശം. അതേപോലെ നമ്മുടെ ഓഫീസുകളാണെങ്കിൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യം അങ്ങനെ ഒന്നുമില്ല. അതേപോലെ സ്ത്രീയെ എപ്പോഴും വൈകാരികമായിട്ട് അലട്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവൾ തൊഴിലിന് പോകുമ്പോൾ അവളുടെ കുട്ടികൾ സുരക്ഷിതരാണോ, വീട്ടിൽ അവരുടെ കാര്യം സേഫാണോ, ആ ചിന്ത അവളെ വല്ലാതെ പ്രഷറിലാക്കും. അപ്പോൾ പല നിയമങ്ങളും, ഫാക്ടറീസ് ആക്റ്റും NREGS ആക്ടിലും ഒക്കെ പറയുന്നുണ്ട് സ്ത്രീകൾ തൊഴിലെടുക്കുന്നിടത്ത് ഡേ കെയർ സെൻ്ററുകൾ, ബേബി സിറ്റിംഗ് ഇതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലായി കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ശരിയായ വിധത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ ഞാൻ വിവാദമാണെങ്കിലും വൈവാഹിക സ്വത്തവകാശം അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണ്. അതൊരു ചർച്ചയാക്കുക, അത് സ്ത്രീക്ക് നേടിക്കൊടുക്കുക. കാരണം സ്ത്രീ ഇപ്പോഴും തൊഴിലെടുക്കുന്നുണ്ടെങ്കിലും വെറും ഒരു ഉപകരണമായി മാറുക. ഇപ്പോൾ ആണുങ്ങൾ ചോദിച്ചേക്കാം, മരിക്കുമ്പോൾ അതാരും കൊണ്ടുപോകില്ലല്ലോ, പെണ്ണുങ്ങൾക്കുള്ള തന്നെയല്ലേ എന്ന്, കുട്ടികൾക്കുള്ള തന്നെയല്ലേ. പക്ഷെ പെണ്ണും കൊണ്ടുപോകില്ലല്ലോ മരിക്കുമ്പോൾ. എന്തുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ 17-ാം വകുപ്പിലൊക്കെ പറയുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, അന്തസ്സിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ പറയുന്നുണ്ട് സ്വത്തവകാശം എന്ന് പറയുന്നത് അന്തസ്സിൻ്റെ ഒരു ഭാഗം, അത്രയേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആധാരം ഫ്രെയിം ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയൊന്നുമില്ല, അതിനു വേണ്ടിയല്ല. പക്ഷെ നമുക്കെന്താ പറയുക, നമ്മൾക്കും ഒരു അന്തസ്സുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്താൻ. അപ്പം ആ ഒരു വിഷയവും കൂടി ഈ ബൗദ്ധികമായിട്ട് ഉയർന്നു നിൽക്കുന്ന, ഇടപെടാൻ സന്മനസ്സുള്ള ഈ ഒരു സദസ്സിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.